നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ ദിവസങ്ങൾക്കും അതിൻ്റെതായ ഓരോ സവിശേഷതകളുണ്ട്. അത് ഒരു വർഷത്തിന്റെ 365 ദിവസങ്ങളും അങ്ങനെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ചരിത്രത്തിന്റെ താളുകളിൽ വലിയ മാറ്റങ്ങൾ അടയാളപ്പെടുത്തിയ ഒരു ദിവസമാണ് ജനുവരി 31 എന്ന ഈ ദിനം. ഈ ദിനത്തിനുമുണ്ട് ഒരു സവിശേഷത. അതായത് ഇന്ന് നാഷണൽ ബാക്ക്വേർഡ് ഡേ ആണ്. ഈ നാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പതിവ് രീതികളിൽ നിന്ന് മാറി പൂർണ്ണമായിട്ടും വ്യത്യസ്തമായി ചിന്തിക്കുവാനും അല്ലെങ്കിൽ നമ്മെ പ്രവർത്തിപ്പിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ദിവസം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ എത്ര പരിശ്രമിച്ചാലും ഫലം കാണാതെ നമ്മൾ തന്നെ പിന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. മറ്റുള്ളവർ മുന്നേറുമ്പോൾ നമ്മൾ മാത്രം എന്തുകൊണ്ട് ഒരിടത്ത് തന്നെ നിൽക്കുന്നു എന്ന ചിന്ത പലപ്പോഴും നമ്മളെ അലട്ടാറുമുണ്ട്. പക്ഷെ അവിടെയാണ് പ്രകൃതി തന്നെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠം പ്രസക്തമാകുന്നത്. ഈ ചൈനീസ് ബാംബു അഥവാ ചൈനീസ് മുളയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ മുള നട്ട് കഴിഞ്ഞ് ആദ്യത്തെ 5 വർഷത്തോളം മണ്ണിൽ നിന്നും 1 ഇഞ്ച് പോലും അത് പുറത്തേക്ക് വളരില്ല എന്നുള്ളതാണ് സവിശേഷത. ആ 5 വർഷവും ആ മുളയുടെ വളർച്ച നേരെ താഴേക്കായിരിക്കും. പക്ഷേ 6ാമത്തെ വർഷം എത്തുമ്പോൾ വെറും 6 ആഴ്ച കൊണ്ട് അത് 90 അടി ഉയരത്തിലേക്ക് വരെ കുതിച്ചു വളരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതായത് 5 വർഷം അത് പുറത്തേക്ക് വളരാതിരുന്നത് വരാനിരിക്കുന്ന ആ വലിയ കുതിപ്പിന് വേണ്ടിയുള്ള വേരുകൾ മണ്ണിന്റെ ആഴത്തിൽ ഉറപ്പിക്കാനായിരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇതുപോലെയാണ്. ചിലപ്പോൾ നമ്മൾ നേരിടുന്ന പരാജയങ്ങളുണ്ട്, പിന്നോട്ട് പോക്കുണ്ട്. ഇതൊന്നും തന്നെ തളർച്ചയില്ല, നേരെ മറിച്ച് നാളത്തെ വലിയൊരു വിജയത്തിന് വേണ്ടിയിട്ടുള്ള അടിത്തറ പാകനാണ് എന്ന ചിന്ത നമുക്ക് എല്ലാവർക്കും വേണം. ഒരു അമ്പ് ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കണമെങ്കിൽ തന്നെ ബില്ലിന്റെ ഞാണിൽ അതല്പം പിന്നോട്ട് വലിക്കപ്പെട്ടേ മതിയാകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ വലിയൊരു കുതിപ്പിനുള്ള ഊർജ്ജമായി കാണണം. തളരാത്ത മനസ്സും ഒരിക്കലും തോൽക്കാത്ത ആത്മവിശ്വാസവുമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. ആ ആത്മവിശ്വാസത്തോടെ ശുഭചിന്തയോടെ ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വ്യവസായി CJ റോയിയുടെ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് കർണാടക സർക്കാർ. കൊച്ചിയിൽ നിന്നുള്ള ആദായനികുതി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. ഫോൺ കോളുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും. സംസ്കാരം ഇന്ന് ബംഗളൂരുവിൽ. മൂന്നാം മോദി സർക്കാരിന്റെ 3ാം ബജറ്റ് നാളെ. വൻ പ്രഖ്യാപനങ്ങൾ കാത്ത് കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂന്നി പ്രഖ്യാപനത്തിന് സാധ്യത. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്ന് കോട്ടയത്ത്. 10 സീറ്റും വേണമെന്ന ആവശ്യം. ഏറ്റുമാനൂരും പൂഞ്ഞാറും വെച്ചുമാറുന്നതിൽ ചർച്ച. മുഖ്യമന്ത്രി ഇന്ന് ജോസ് കെ മാണിക്കൊപ്പം കാഞ്ഞിരപ്പള്ളിയിലെ ക്രൈസ്തവ സഭാ പരിപാടിയിൽ. കനത്ത പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങി SDPI. അഞ്ചാം ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനം. രാവിലെ 7 മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗ്. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം. ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. മത്സരം രാത്രി 7 മുതൽ. സഞ്ജു സാംസണ് ഇന്ന് നിർണായകം. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ഫൈനൽ ഇന്ന്. പോരാട്ടം അരീന സബലങ്കയും എലേന റെബക്കിനെയും തമ്മിൽ. വിശദമായ വാർത്തകൾ നോക്കാം. കഴിഞ്ഞ ദിവസം കേരളം ചർച്ച ചെയ്ത അല്ലെങ്കിൽ വളരെ ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ ആത്മഹത്യ. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് ബംഗളൂരുവിൽ നടക്കുകയാണ്. ഉച്ചവരെ സഹോദരന്റെ വീട്ടിൽ പൊതുദർശനമുണ്ടാകും. അതോടൊപ്പം തന്നെ അദ്ദേഹം ജീവനൊടുക്കിയ സംഭവത്തിലെ അന്വേഷണത്തിന്റെ ഭാഗമായി കർണാടക പോലീസ് ആദായനികുതി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുകയും ചെയ്യും. AT അശ്വതി ചേരുകയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാവരും ഞെട്ടലോടെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ വാർത്ത കേട്ടത്. എന്തായാലും ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. മാത്രമല്ല ഈ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് ഭൗതികദേഹം എത്തിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരം? ഗുഡ് മോർണിംഗ് ലിജിൻ. ഇന്ന് വളരെ ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം CJ റോയിയുടെ മരണവാർത്ത കേരളം, ഇന്ത്യ മൊത്തം കേട്ടത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ സമയം വൈകിട്ട് 5 മണിയോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. പക്ഷേ അതിലൊരു സ്ഥിരീകരണം വരണം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ CJ ബാബു, അദ്ദേഹം മസ്കറ്റിലാണ്. അദ്ദേഹം എത്തിയതിന് ശേഷമുള്ള കൂടിയാലോചനകളിലായിരിക്കും ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുക. റോയിയുടെ ഭാര്യയും മക്കളും ഇന്നലെ തന്നെ ദുബായിൽ നിന്ന് എത്തിയിരുന്നു. അവർ
ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം കണ്ടു. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള അനുമതി നൽകുകയും ചെയ്തു. അത് സാങ്കേതികമായ ഒരു അനുമതി മാത്രമാണ്. വളരെ വിവാദമായിട്ടുള്ള ഒരു മരണമായതുകൊണ്ട് തന്നെ 5 സർജന്മാരെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഒരു 5 പേരടങ്ങുന്ന ഗ്രൂപ്പായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. രാവിലെ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഇതനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും മറ്റ് സാങ്കേതിക കാര്യങ്ങളെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ സഹോദരൻ്റെ വീട്ടിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് അടുത്തുള്ള പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ നിന്നെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. അവർക്കെതിരെ ഇപ്പോൾ കർണാടക പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഈ CJ റോയുടെ ഓഫീസ് സ്റ്റാഫ് വളരെ വിശദമായിട്ടുള്ള ഒരു പരാതിയാണ് കർണാടക പോലീസിന് സമർപ്പിച്ചിട്ടുള്ളത്. 5 പേജ് അടങ്ങുന്ന ഒരു വലിയ വിശദമായിട്ടുള്ള ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് കർണാടക പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുകയും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യും. ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും അത്തരത്തിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും നിലവിൽ കേസെടുത്ത് പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തോക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കോൺഫിഡൻസ് ഗ്രൂപ്പിന് ഈ ട്രൈബ്യൂണലിലും അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയിലടക്കം കേസുകളുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളും ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഒക്കെ വിശദമായിട്ട് അന്വേഷിക്കും. എന്തായാലും അക്ഷരാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യയും അതുപോലെ തന്നെ കേരളത്തെയും ഒക്കെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണം. അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം വലിയ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലിജിൻ. അശ്വത്, ഒരു കാര്യം കൂടി, ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണം എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് കഴിഞ്ഞ ദിവസം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ ഉന്നയിച്ചത്. മാത്രമല്ല, നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഇന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മൊഴിയെടുക്കലും മറ്റ് നടപടിക്രമങ്ങളും നടക്കുക. എന്തായാലും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് കർശന നടപടിയെടുക്കുവാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ പ്രധാനമായും ഈ കേസ് കൊടുത്ത സ്ഥിതിക്ക് ഈ ഉദ്യോഗസ്ഥർ ശ്രമിക്കുക? തീർച്ചയായും ഈ റോയ് അദ്ദേഹം വളരെ പ്രബലനായിട്ടുള്ള ഒരു സംരംഭകനാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു ആളെ ഈ ചോദ്യം ചെയ്യലിനിടെ അല്ലെങ്കിൽ ഈ റെയ്ഡ് നടക്കുന്നതിനിടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടെ ഇത്തരത്തിലുള്ളൊരു അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷ്മമായിട്ടാണ് കർണാടക പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ 5 ഉദ്യോഗസ്ഥരടങ്ങുന്ന, അതായത് 5 സർജന്മാരടങ്ങുന്ന പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കൂടി കടക്കുന്നത്. അതൊക്കെ ഒരു അസാധാരണമായിട്ടുള്ള സംഭവമാണ്. കാരണം പിന്നീട് ഒരു തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ റോയ് അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിന്റെ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത്, ആത്മഹത്യയിലേക്ക് പോയത് എന്നതാണ് ഈ കുടുംബവും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ഓഫീസ് സ്റ്റാഫുകളും എല്ലാം തന്നെ ആരോപിക്കുന്നത്. അത് വ്യക്തമാക്കുന്ന 5 പേജടങ്ങുന്ന വിശദമായിട്ടുള്ള പരാതിയാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്ത് തരത്തിലുള്ള സമ്മർദ്ദമാണ് ഉണ്ടായിട്ടുള്ളത്, അത്തരം ഒരു പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ, അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ അത് തെളിവുകളായിട്ട് കൂടി വേണം, ആ കാര്യങ്ങളിലേക്കൊക്കെയാണ് പോയിട്ടുള്ളത്. എന്തായാലും വിശദമായ അന്വേഷണം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഒപ്പം തന്നെ മറ്റ് സംസ്കാര ചടങ്ങുകൾക്കും ശേഷമായിരിക്കും വിശദമായിട്ടുള്ള മൊഴിയെടുപ്പുകൾ ഒക്കെ ഉണ്ടാവുക. അത് കുടുംബാംഗങ്ങൾ മൊഴിയെടുപ്പുകൾ ഒക്കെ ഉണ്ടാവുക. ലിജിൻ, ശരി. എന്തായാലും വളരെ ശ്രദ്ധിച്ച അല്ലെങ്കിൽ വളരെ ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യ കേരളവും ഇന്ത്യയും ഒക്കെ കേട്ടത്. എന്തായാലും അതിൽ ഈ സമ്മർദ്ദമാണ്, ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ള വളരെ ഗുരുതരമായ ആക്ഷേപം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ മുന്നോട്ട് വയ്ക്കുകയാണ്. അക്കാര്യത്തിലാണ് വിശദമായ അന്വേഷണം നടത്താൻ ഈ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നത്. അശ്വതിയായിരുന്നു വിവരങ്ങൾ നൽകിയത്.
കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയിയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് പ്രവാസ ലോകം. UAE സാമൂഹ്യ സാംസ്കാരിക രംഗത്തും CJ റോയ് സജീവമായിരുന്നു. ദുബായിലെ വൻകിട പാർപ്പിട പ്രോജക്ടിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മരണം. കോൺഫിഡന്റ് എന്ന പേര് പോലെ തന്നെ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ശരീരഭാഷയോടെയാണ് ഡോക്ടർ CJ റോയിയെ എല്ലാ ചടങ്ങുകളിലും കണ്ടിരുന്നത്. ദുബായിലെ സാമൂഹ്യ സാംസ്കാരിക ചടങ്ങുകളിലും അദ്ദേഹം സ്ഥിര സാന്നിധ്യമായിരുന്നു. ദുബായ് ലിവാനിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വൻകിട പാർപ്പിട നിർമ്മാണ പദ്ധതി പൂർത്തിയാകുന്നതിനിടെയാണ് ഡോക്ടർ റോയിയുടെ അപ്രതീക്ഷിത മരണം. 2024 ദുബായിൽ ലാങ്കസ്റ്റർ എന്ന പേരിലായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആദ്യ പാർപ്പിട പദ്ധതി. 16 മാസങ്ങൾ കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഈ പദ്ധതിയിലെ യൂണിറ്റുകളെല്ലാം ഉടമകൾക്ക് കൈമാറിയിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ദുബായ് ലിവാനിലെ കോൺഫിഡന്റ് പ്രസ്റ്റൺ എന്ന പുതിയ പാർപ്പിട പദ്ധതി ഡോക്ടർ CJ റോയ് പ്രഖ്യാപിച്ചത്. ഇതിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ കുടുംബത്തോടൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ബാങ്ക് വായ്പകൾ ഇല്ലാതെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പദ്ധതികളെന്ന് ഡോക്ടർ റോയ് എന്ന് വിശദീകരിച്ചിരുന്നു. UAE മാധ്യമപ്രവർത്തകരുമായും അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിച്ച മലയാളി വ്യവസായിയായിരുന്നു ഡോക്ടർ CJ റോയ്. അമൃത ന്യൂസ്, ദുബായ്. 5ാം ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. രാവിലെ 7 മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗ് നടക്കും. വൈകിട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗവും ഉണ്ടാകും. രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ലോക കേരള സഭ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ലോക കേരള സഭ എന്ന തരത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും ഈ പ്രവാസികൾക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് പ്രധാനമായും ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നടക്കുക? ലിജിന, ഇന്ന് 7 മേഖലാ സമ്മേളനങ്ങൾ കൂടി നടക്കും. അതിനുശേഷമായിരിക്കും വൈകിട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗമടക്കം ഇന്നത്തെ ലോക കേരള സഭയിൽ ഉണ്ടാവുക. നമുക്കറിയാം, വിവിധ വിഷയങ്ങളിലായാണ് പ്രവാസികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളിലായുള്ള ചർച്ചകളാണ് പ്രധാനമായും ഈ കഴിഞ്ഞ 3 ദിവസമായി നടന്നു വന്ന സമ്മേളനത്തിൽ അല്ലെങ്കിൽ സഭയിൽ നടന്നു വന്നിരുന്നത്. ഇന്ന് സഭ സമാപിക്കുകയാണ്. ആദ്യ ദിനം തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം കേരളത്തിലെ പ്രവാസികളുമായി പ്രവാസികൾക്ക് കേരളത്തിലെ ഭരണ സംവിധാനത്തിലടക്കം പ്രാതിനിധ്യം നൽകുന്ന തരത്തിലുള്ള ഇടപെടലാണ് ലോക കേരള സഭയിലൂടെ നടന്നിട്ടുള്ളത് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പ്രധാനപ്പെട്ട 8 വിഷയങ്ങളിലാണ് ചർച്ചകളും അതുപോലെ തന്നെ 7 മേഖലാ സമ്മേളനങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത്. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലായിരുന്നു പ്രധാന വേദിയായിരുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലും നടന്നിട്ടുള്ള പ്രധാന മറ്റൊരു വേദിയിലായിട്ട് ചർച്ചകളടക്കം പുരോഗമിക്കുകയും ചെയ്തു. അങ്ങനെ 2 വേദികളിലായാണ് ഈ പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ തുടർന്നു വന്നത്. ഇന്ന് അതിൻ്റെ സമാപനമാവുകയാണ്. പ്രധാനമായും കഴിഞ്ഞ തവണ നടപ്പാക്കണമെന്ന് പ്രത്യേകമായി നിർദ്ദേശം നൽകിയ 13 കാര്യങ്ങളിൽ 10ഓളം കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. പ്രവാസി വിദ്യാർത്ഥികൾക്കായുള്ള സ്റ്റുഡൻസ് മൈഗ്രേഷൻ പോർട്ടൽ, അതുപോലെ തന്നെ എയർപോർട്ട് ഹെൽപ്പ് ഡെസ്ക്, ഷെർപ്പ പോർട്ടൽ, ഒപ്പം തന്നെ ലോക കേരള ഓൺലൈൻ സേവനങ്ങൾ എന്നിവയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുരോഗമിച്ചത്. ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കി ചർച്ചകളും ഇന്ന് നടക്കുന്നുണ്ട്. അതിനുശേഷം വൈകിട്ട് 7 മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രി ശങ്കരനാരായണൻ തമ്പി ഹാളിൽ തന്നെ ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തോടുകൂടി ഇത്തവണത്തെ 5ാം എഡിഷൻ 2018 മുതൽ ആരംഭിച്ച ലോക കേരള സഭയുടെ 5ാമത് എഡിഷനും സമാപനമാവുകയാണ്. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസികൾക്ക് ഈ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിൽ പ്രധാന പ്രാമുഖ്യം നൽകുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഇത്തവണ 125 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ്. ഒപ്പം തന്നെ 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിൻ്റെ ഭാഗമായി. ആദ്യം സമ്മേളനം 2018 തുടങ്ങുമ്പോൾ 35 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണെങ്കിൽ അടിക്കടി ഓരോ വർഷം പിന്നിടുമ്പോഴും ഈ ലോക കേരള സഭയുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യം കൂടിക്കൂടി വരികയാണ്. അത് 125 രാജ്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ മറ്റ് സംസ്ഥാനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് തന്നെ കേരള ലോക്സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള പിന്തുണയും ഒപ്പം തന്നെ അതിൻ്റെ ലോകതലത്തിൽ ലഭിച്ചിട്ടുള്ള ശ്രദ്ധയുമാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് അതിന് സമാപനമാവുകയാണ്. 3 ദിവസമായി വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകളും അതിനുള്ള മറുപടി അടക്കമാണ് ഇന്ന് ഉണ്ടാവുക. സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകുന്നതോടുകൂടിയാണ് ഇതിന് സമാപനമാകും. ശരി, എന്തായാലും 5ാം ലോക കേരള സഭയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. അതേസമയം പ്രതിപക്ഷം രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ പ്രവാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന ഫലശൂന്യമായിട്ടുള്ള അധികാര ആഭാസം മാത്രം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. എന്തായാലും ഇന്ന് ലോക കേരള സഭ സമാപിക്കുകയാണ്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്.
സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമെന്ന വിലയിരുത്തലുകളുടെ കേന്ദ്ര ബജറ്റ് നാളെ. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ രാവിലെ 11 മണിക്കാണ് ബജറ്റ് അവതരിപ്പിക്കുക. വലിയ പ്രതീക്ഷകളാണ് പല മേഖലകൾക്കുമുള്ളത്. കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഇത്തവണ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. 2026 ഏപ്രിൽ 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട് നടപ്പാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത കുറവാണ്. 2025 ബജറ്റിൽ ആദായ നികുതി വരുമാന പരിധി 12 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. ഡോളറുമായുള്ള വിനിമയ മൂല്യത്തിൽ രൂപ പുതിയ താഴ്ചകളിലേക്ക് നീങ്ങുന്ന സാഹചര്യമായതിനാൽ ഇറക്കുമതി, കയറ്റുമതി എന്നിവയിൽ ബന്ധപ്പെട്ട് ഉത്തേജനം നൽകുന്ന പാക്കേജുകൾ വ്യാപകമായി പ്രതീക്ഷിക്കപ്പെടുകയാണ്. ഇതോടൊപ്പം ഇന്ത്യയിലേക്ക് കൂടുതലായി വിദേശ നിക്ഷേപം ആകർഷിക്കാനും സർക്കാരിന് സാധിച്ചേക്കും. നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റാണ് ഇത്. സംസ്ഥാന ബജറ്റിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തിപ്പിനായി 10,46 ലക്ഷം രൂപ വകയിരുത്തിയത് വള്ളംകളി മേഖലയ്ക്ക് ആവേശം പകർന്നിട്ടുണ്ടെങ്കിലും ക്ലബ്ബുകളും വള്ളസമിതികളും ഇപ്പോഴും അസ്വസ്ഥരാണ്. തുകയിൽ നിന്നും ക്ലബ്ബുകൾക്കും വള്ളസമിതികൾക്കും നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ ബോണസ് തുകയും ക്യാഷ് പ്രൈസും വർദ്ധിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. CBLന് ഏറ്റവും കുറഞ്ഞ തുക അനുവദിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു. അതിനാൽ തന്നെ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും സമ്മർദ്ദവും ഉയർന്നിരുന്നു. പോയ വർഷം 8.96 കോടി രൂപയായിരുന്നു അനുവദിച്ചിരുന്നത്. പുതിയ ബജറ്റിൽ 2 കോടി രൂപയ്ക്കടുത്തുള്ള വർധന CBL നടത്തിപ്പിന് ഏറെ സഹായകമാകും. കഴിഞ്ഞ വർഷം തുക വെട്ടിക്കുറച്ചതിനാൽ സംഘാടകർ ഏറെ പ്രതിസന്ധി നേരിട്ടു. ഇത്തവണ വിഹിതം കൂട്ടിയതിനാൽ പരസ്യ വരുമാനം കാര്യമായി ലഭിച്ചില്ലെങ്കിലും പ്രയാസമില്ലാതെ മത്സരങ്ങൾ നടത്താൻ സാധിക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ബജറ്റിൽ വകയിരുത്തുന്ന തുകയിൽ നിന്ന് ക്ലബ്ബുകൾക്കും വള്ളസമിതികൾക്കും നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ ബോണസ് തുകയും സമ്മാന തുകയും വർദ്ധിപ്പിക്കണമെന്നതാണ് വള്ളംകളി സംരക്ഷണ സമിതിയുടെ ആവശ്യം. ഒരു ക്യാമ്പും ഈ പറഞ്ഞ പോലെ തൊഴിൽക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ക്ലബിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നിരവധിയായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തുകയിൽ നിന്നും ഭീമമായ ഒരു തുക മാറ്റി നമ്മളുടെ ബോണസ് തുക വർദ്ധിപ്പിക്കുന്നതിലേക്ക് വള്ളങ്ങൾക്ക് 2 ലക്ഷം രൂപയും ക്ലബ്ബുകൾക്ക് 5 ലക്ഷം രൂപ കിട്ടുന്ന തരത്തിലേക്ക് ബോണസ് തുക CBLനെ വർദ്ധിപ്പിച്ചാൽ മാത്രമേ വരും കാലങ്ങളിൽ നമ്മൾക്ക് നല്ല രീതിയിൽ CBLൽ വള്ളങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയത്തുള്ളൂ. വർഷങ്ങളായി ബജറ്റിൽ തുക വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ക്ലബ്ബുകൾക്കും ചുണ്ടൻ വള്ളസമിതികൾക്കും നേരിട്ടുള്ള ഗുണം ലഭിക്കുന്നില്ല. ബജറ്റ് തുക വർദ്ധിച്ചിട്ടും ബോണസിലോ സമ്മാനത്തുകയിലോ യഥാർത്ഥ വർധന ഉണ്ടാകാത്തതാണ് കാരണം. വർദ്ധിച്ചു വരുന്ന തൊഴിൽ താരങ്ങളുടെ വേതനവും പരിശീലന ക്യാമ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഉയർന്ന ചെലവുകളും ക്ലബ്ബുകൾക്ക് വലിയ സാമ്പത്തിക ഭാരമാവുകയാണ്. ഈ സാഹചര്യത്തിൽ ബോണസ് തുക വർദ്ധിപ്പിക്കാതെ പോയാൽ വരാനിരിക്കുന്ന സീസണുകളിൽ നിരവധി ക്ലബ്ബുകളും ചുണ്ടൻ വള്ളങ്ങളും മത്സരങ്ങളിൽ നിന്ന് പിന്മാറേണ്ടതായി വരും. അമൃത ന്യൂസ്, ആലപ്പുഴ. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്ന് കോട്ടയത്ത് ചേരുകയാണ്. 10 സീറ്റും വേണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. ഏറ്റുമാനൂരും പൂഞ്ഞാറും വെച്ചു മാറുന്നതിൽ ഇന്ന് ചർച്ച നടക്കും. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ജോസ് കെ മാണിക്കൊപ്പം കാഞ്ഞിരപ്പള്ളിയിലെ ക്രൈസ്തവ സഭാ പരിപാടിയിൽ പങ്കെടുക്കും. പ്രശാന്ത് ജോസഫ് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ സീറ്റ് വിഭജനം, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്നത്തെ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? ലിജിനെ, ഇന്നത്തെ കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി യോഗം പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ്. കാരണം UDFിനുള്ളിൽ ഘടകകക്ഷികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ കേരള കോൺഗ്രസുമായും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ, അതായത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല എന്നിവർ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ചെയർമാൻ PJ ജോസഫും വർക്കിംഗ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫുമായിരുന്നു പങ്കെടുത്തത്. കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം 4 സീറ്റുകൾ കേരള കോൺഗ്രസിൽ നിന്നും തിരികെ വേണമെന്നുള്ളതാണ്. അതായത് ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരി, ഇടുക്കി, കുട്ടനാട് ഈ 4 സീറ്റുകളാണ് കോൺഗ്രസ് ഇപ്പോൾ കേരള കോൺഗ്രസിൽ നിന്നും തിരികെ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ 10 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും തൊടുപുഴയിലും കടുത്തുരുത്തിയിലും മാത്രമാണ് കേരള കോൺഗ്രസിന് വിജയിക്കാനായത്. അതുകൊണ്ട് ഇത്തവണ വലിയൊരു പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണ വിജയ സാധ്യത കണക്കിലെടുത്ത് കോൺഗ്രസിന് ഈ 4 സീറ്റുകൾ തിരികെ വേണമെന്നുള്ള ഒരു ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റുമാനൂർ സീറ്റിന് പകരമായി പൂഞ്ഞാർ സീറ്റ് വിട്ടു നൽകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും കേരള കോൺഗ്രസ്
10 സീറ്റുകൾ തന്നെ വേണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലടക്കം കേരള കോൺഗ്രസിന് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തവണ 8 സീറ്റിൽ പരാജയപ്പെട്ടെങ്കിലും ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റിൽ പരാജയപ്പെട്ടിരുന്നു എന്നൊരു കാര്യമാണ് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് ഏതായാലും സീറ്റുകൾ കൊടുക്കുന്നതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്നാണ് കേരള കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഉന്നതാധികാര സമിതി യോഗം നടക്കുന്നത്. ഉന്നതാധികാര സമിതി അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്ന യോഗം കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കും. പി ജെ ജോസഫ് ആയിരിക്കും യോഗം ഉദ്ഘാടനം ചെയ്യുക. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഏതായാലും ഇന്ന് ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായില്ലെങ്കിലും ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ചെയർമാനെ ചുമതലപ്പെടുത്തുകയായിരിക്കും യോഗം പ്രധാനമായും ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ലിജിൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാഞ്ഞിരപ്പള്ളിയിൽ ഇൻഫാമിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം നടക്കുകയാണ്. ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ യോഗത്തിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയും മന്ത്രിമാരായ വി എൻ വാസവൻ, റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ നേതാവും എം പിയുമായ ആന്റോ ആന്റണി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു യോഗമല്ലെങ്കിലും ഇവിടെ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ എത്തുന്ന ഒരു വേദിയിൽ, അതായത് മന്ത്രി റോഷി അഗസ്റ്റിനും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും പങ്കെടുക്കുന്ന യോഗത്തിൽ മന്ത്രി വി എൻ വാസവനും ഉപമുഖ്യമന്ത്രിയും ഉണ്ട് എന്നുള്ളതും ഇവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതും ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും ഇന്ന് കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ദിനം തന്നെയാണ് ലിജൻ. ശരിയതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയമാണ്, വളരെ പ്രാധാന്യമുള്ള ഒരു യോഗമാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടക്കാൻ പോകുന്നത് 4 സീറ്റുകൾ നേരത്തെ തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഈ കേരള കോൺഗ്രസ് നേതാക്കൾ അത് തള്ളിയിരുന്നു. എന്നിരുന്നാൽ പോലും സീറ്റ് കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. മൈക്രോ ഫിനാൻസിലൂടെ പാവങ്ങളെ സഹായിച്ചതിനുള്ള അംഗീകാരമാണ് തനിക്ക് ലഭിച്ച പത്മഭൂഷൺ പുരസ്കാരമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഈഴവ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തത് മന്ത്രി വി എൻ വാസവൻ മാത്രമാണ്. ഗുരുമന്ദിരങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് അനുവദിക്കണമെന്ന് വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ അറിയാവുന്ന ചില സമുദായങ്ങൾ ആനുകൂല്യങ്ങൾ മുഴുവൻ തട്ടിയെടുക്കുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇത് പറയുമ്പോൾ വർഗീയത പറയുന്നു എന്നാണ് പറയുന്നത്. ഗുരുമന്ദിരങ്ങൾക്ക് സർക്കാർ ഗ്രാന്റ് അനുവദിക്കണം. കർണാടകയിൽ ഗുരുമന്ദിരത്തിന് 2 ലക്ഷം രൂപ ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ട്. ഈഴവ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ള മന്ത്രി വി എൻ വാസവൻ മാത്രമാണ്. മൈക്രോ ഫിനാൻസിലൂടെ പാവങ്ങളെ സഹായിച്ചതിനുള്ള അംഗീകാരമാണ് തനിക്ക് ലഭിച്ച പത്മഭൂഷൺ പുരസ്കാരമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മറ്റുള്ളവരെ ഒന്നും പിടിച്ചു പറിക്കാനില്ല. പക്ഷേ എനിക്ക് വലിയ അവാർഡ് തന്നു. അവാർഡല്ല, പത്മഭൂഷൺ എനിക്ക് വായി വന്നിട്ടില്ല ഇതുവരെ. കാരണം ഞാനത് ഇനി പത്മഭൂഷൺ കിട്ടിയ അതിന് കിട്ടിയൊന്നോ കിട്ടില്ല, എനിക്കാണോ തന്നത്? നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് നടത്തിയ ക്ഷേമപദ്ധതികളും ഈ രാജ്യത്ത് മൈക്രോ ഫിനാൻസിലൂടെ 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പത്ത് കൊടുത്ത് ഇവിടുത്തെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ സാധിച്ചു എന്നുള്ള വലിയൊരു വിപ്ലവകരമായൊരു മാറ്റം. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചതിൽ അഹങ്കാരമോ കിട്ടിയില്ലെങ്കിൽ ദുഃഖമോ ഇല്ല, പാർലമെന്ററി മോഹവുമില്ല. യൂട്യൂബ് ചാനലുകൾക്ക് കാശ് കൊടുത്ത ചില മതസംഘടനകൾ തനിക്കും സമുദായത്തിനുമെതിരെ പലതും പറയിക്കുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവ കമ്മിറ്റിയും ജില്ലയിലെ 103 SNDP യോഗം ശാഖകളും ചേർന്നാണ് വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം ഒരുക്കിയത്. അമൃത ന്യൂസ്, കോട്ടയം. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചു. NCP നേതാക്കൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി ചർച്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് സുനേത്രയോട് സ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയാണ്. NCP അജിത് പവാർ വിഭാഗത്തിന്റെ തലപ്പത്തേക്കും സുനേത്ര എത്തും. സുനേത്ര പവാറിന് എക്സൈസ്, കായികം എന്നീ വകുപ്പുകളാണ് ലഭിക്കുക. അജിത് പവാർ കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഏറ്റെടുക്കും. നിലവിൽ രാജ്യസഭ MP-യാണ് സുനേത്ര. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്നത്തെ വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റം? വ്യാപാരം ഏത് രീതിയിലായിരിക്കും ഇന്ന് ആരംഭിക്കുക?
അടുത്ത കാലത്തൊന്നും ഉണ്ടാക്കാത്ത വിധം വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച വിപണിയിൽ കണ്ടത്. മുൻതര ഓഹരി സൂചികളിലും രണ്ടാംതര ഓഹരികളിലും ഒരുപോലെ ഈ ഒരു ചാഞ്ചാട്ടം പ്രകടമായിരുന്നു. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമായിരുന്നു. ഒരു അവസാന ദിവസങ്ങളിൽ US വിപണിയിൽ ഒരു നഷ്ടമുണ്ടായതൊഴിച്ചാൽ ആഗോള വിപണികളിൽ നല്ല രീതിയിൽ വ്യാപാരം പുരോഗമിച്ചപ്പോഴും നമ്മുടെ വിപണിയിൽ പല ദിവസങ്ങളിലും നഷ്ടം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആഴ്ചയിലെ അവസാനം നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷകളും ഒപ്പം തന്നെ ചില ഉത്കണ്ഠകളുമൊക്കെയാണ് വിപണിയിലെ നീക്കത്തിൽ പ്രതിഫലിച്ചത്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾക്ക് വേണ്ട രീതിയിൽ വിപണിയെ സ്വാധീനിക്കാനായില്ല. അവസാന ദിവസം IT മെറ്റൽ മേഖലയിലുണ്ടായിട്ട് വലിയൊരു വിൽപ്പന വിപണിയെ നഷ്ടത്തിലേക്കാക്കി. എങ്കിൽ കൂടിയും 25,000 എന്ന നിലവാരത്തിൽ മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് നിലനിന്ന് വ്യാപാരം നടക്കാനായി. എന്നാൽ ഇനിയൊരു മുന്നോട്ടുള്ള തുടർച്ചയായ നീക്കം പ്രകടമാകണമെങ്കിൽ 25,500 എന്ന നിലവാരം മറികടന്നുകൊണ്ട് മുൻനിര സൂചിയായ നിഫ്റ്റിയിൽ വ്യാപാരം നടക്കേണ്ടതുണ്ട്. ബജറ്റിൽ ഏറെ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് വിപണിയിൽ ഇപ്പോഴത്തെ നീക്കം. ബജറ്റിൽ ഏതെങ്കിലും വിപണിക്ക് അനുകൂലമായ രീതിയിൽ എന്തെങ്കിലും പ്രഖ്യാപനങ്ങളോ നിലപാടുകളോ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഇനി വിപണിയിലൊരു മുന്നോട്ട് നയിക്കാനൊരു സാധ്യതയുള്ളൂ. മറിച്ചാണെങ്കിൽ അത് വിപണിയിലെ നഷ്ടത്തേക്ക് നീങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യും. ആഗോള സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും US-ഉമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമാകാതെ നീങ്ങുന്നത് വിപണിയെ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വിപണിക്ക് ഒരു പ്രോത്സാഹനം തന്നെയാണ്. അതിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണിയിൽ നിക്ഷേപ താല്പര്യമുണ്ടായതും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ആഴ്ചയിലെ 2 വ്യാപാര ദിനങ്ങളിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നീക്കമുണ്ടായി. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച 2,000-ഓളം കോടി രൂപയുടെ നിക്ഷേപമാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് തുടരുകയാണെങ്കിൽ തീർച്ചയായും അതും അടുത്ത ആഴ്ചയിൽ വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്യും. നാളെയാണ് യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേക വ്യാപാര ദിനം കൂടിയാണ്. നാളെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ നാളെ തുടരാനും സാധ്യതയുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ബജറ്റ് തന്നെയായിരിക്കും ഇനി വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഹ്രസ്വകാല ഘടകം എന്ന് പറയാവുന്നതാണ്. തീർച്ചയായിട്ടും ബജറ്റിന് തൊട്ട് മുൻപുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വിപണിയിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നുള്ളതാണ്. ദിലീപാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് നടക്കുന്ന കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിൽ കൗതുകം തോന്നുന്നതും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മരമുണ്ട്. മകളുടെ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ ഒരു അച്ഛനൊരുക്കിയ നേർചിത്രം. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന്റെ ഓരോ വേദികളിലൂടെ കടന്നു പോകുമ്പോഴാണ് മരുന്ന് കുപ്പികളെല്ലാം നിറങ്ങൾ മൂടികൂട്ടി ബദാം മരത്തിലായി തൂക്കിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. കുപ്പിയോടൊപ്പം സിറിഞ്ചുകളും മരത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മകൾ ഷതയുടെ രോഗത്തിന്റെ തീവ്രത ആളുകളിലേക്ക് എത്തിക്കാൻ കൊയിലണ്ടി സ്വദേശിയായ യൂസഫ് ചങ്ങരോത്ത് ഒരുക്കിയതാണ് ഈ മരത്തിലെ വർണ്ണക്കുപ്പികൾ. 20-കാരിയായ ഷതയ്ക്ക് 1-ാം വയസ്സിൽ അപസ്മാരം പിടിപെട്ടിരുന്നു. തുടർന്ന് മകൾ കഴിക്കേണ്ടി വന്ന മരുന്നിന്റെ കുപ്പികളാണിത്. ഡിസബിലിറ്റിക്കാരിയും അതേപോലെ അപൂർവ രോഗ അവസ്ഥയിലുള്ള റെഡ് സിൻഡ്രോം എന്ന ഒരു അവസ്ഥയിലുള്ള എൻ്റെ മകള് കുടിച്ച മരുന്നിൻ്റെ കുപ്പികളാണ്. അതിങ്ങനെ കുറേ ഒന്നിച്ച് കണ്ടപ്പോൾ അത് സമൂഹത്തിലേക്കൊരു അവയർനെസ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്തത്. കാരണം ഇങ്ങനെയുള്ള ജനിതക ഡിസബിലിറ്റിയുള്ള പല കുട്ടികളും ഒരുപാട് മരുന്നൊക്കെ കുടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ ചിലപ്പോൾ ഡയപ്പേഴ്സൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും സമൂഹത്തിന് കൃത്യമായൊരു ബോധ്യമില്ല. ഇതിനിടെ അപൂർവമായ നാഡീവൈകല്യമായ റെഡ് സിൻഡ്രോം രോഗവും ഷതയെ പിടികൂടിയിരുന്നു. 6 തരം മരുന്നുകളാണ് മകൾ കഴിച്ചു വരുന്നത്. ഒരാളുടെ സഹായമില്ലാതെ ഫതയ്ക്ക് നടക്കാൻ പോലും കഴിയില്ല. രോഗം അലട്ടുന്നുണ്ടെങ്കിലും പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനുശേഷമാണ് അപൂർവ രോഗങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ യൂസഫ് മുന്നിട്ടിറങ്ങിയത്. അമൃത ന്യൂസ്, കോഴിക്കോട്. വനിതാ കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ വന്നാൽ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ തീരുമോ? പുരുഷ കമ്മീഷനായി മുറവിളി ഉയരുമ്പോൾ സ്ത്രീകൾക്കത് തിരിച്ചടിയാകുമോ? ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് വനിതാ ജംഗ്ഷൻ. മാറ്റങ്ങൾ പലതുണ്ടായി. കാലാന്തരത്തിൽ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിന്റെ പല ഘട്ടങ്ങൾ താണ്ടി ഉടച്ചു വാർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മറുവശത്ത് പുരുഷന്മാർക്ക് അത് റിവേഴ്സ് ഗിയറിലാണ്. പുരുഷ കമ്മീഷനായി മുറവിളി ഉയരുമ്പോൾ സ്ത്രീകൾക്കത് തിരിച്ചടിയാകുമോ? പുരുഷനായി പോയി എന്ന കാരണത്താൽ അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നുവോ? വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു.
അശ്വതി, ഈ പുരുഷ കമ്മീഷൻ വരുന്നുണ്ട്, എന്താണ് അശ്വതിക്ക് തോന്നുന്നത്? അതൊരു വലിയ ചോദ്യമാണ് ശ്രീജ. അതായത് ഇപ്പോഴത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളോടൊപ്പം തന്നെ പുരുഷന്മാരും പല വിധത്തിലുള്ള പീഡനങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം. ഞാനൊരു സ്ത്രീയാണ് എങ്കിൽ പോലും പറയുകയാണ്, എന്ത് പ്രശ്നം വന്നാലും അത് ലൈംഗിക പീഡനമാണെങ്കിലും മാനസിക പീഡനമാണെങ്കിലും സ്ത്രീധനമാണെങ്കിലും അങ്ങനെ പല ഭാഗത്തു നിന്നുമുള്ള പീഡനമാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് എപ്പോഴും ഒരു പിന്തുണ ലഭിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു പക്ഷം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയ അടക്കം ഇങ്ങനെ നിലകൊള്ളുന്ന ഈ ഒരു സമൂഹത്തിൽ പുരുഷന്മാർക്കും അതേ സ്വാതന്ത്ര്യവും അതേ അവകാശവും ഒക്കെ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് നമുക്ക് ഈ അടുത്തിടെ നടന്ന കുറേ സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അറിയാം. വ്യാജ പീഡന പരാതികളും അല്ലെങ്കിൽ അത്തരത്തിൽ പുരുഷന്മാർക്കെതിരെ ഒരുപാട് വ്യാജ പരാതികൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അവകാശങ്ങളും അവരുടെ നീതിയും സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. അപ്പോൾ മെൻസ് കമ്മീഷൻ ആവശ്യമല്ലേ? കാരണം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വനിതാ കമ്മീഷനുണ്ട്, സ്ത്രീപക്ഷ നിയമങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഈ സമൂഹത്തിൽ പുരുഷനും വേണ്ടേ? അപ്പോൾ ഈ മെൻസ് കമ്മീഷന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരും അത് തന്നെയാണ് ചോദിക്കുന്നത്. വ്യാജ പീഡന പരാതികൾക്കെതിരെ ഇതിന് രംഗത്ത് വരണ്ടേ? അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പറയാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ ശ്രീജ എന്നതാണ് എൻ്റെ പക്ഷം. അശ്വതി, ദീപകിൻ്റെ മരണത്തോടെയാണ് മെൻസ് കമ്മീഷൻ എന്ന ആവശ്യത്തിന് കൂടുതൽ ശക്തി ആർജിക്കുന്നത്. നമുക്കറിയാം, ദീപകിൻ്റെ മരണത്തിൽ ഈ സോഷ്യൽ മീഡിയ വിചാരണ കമ്മിറ്റിക്ക് വലിയൊരു പങ്കുണ്ട്. അവരുടെ ഒരു പങ്ക് അതിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. തെറ്റ് പുരുഷന്മാരുടെ പക്ഷത്താണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ പക്ഷത്താണ് എന്നൊന്നില്ല. ഈ രണ്ട് കൂട്ടരിലും തെറ്റുകാരുമുണ്ട്, ശരിയുടെ പക്ഷത്തുള്ളവരുമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കറിയാം, നിയമപരിരക്ഷ പലപ്പോഴും സ്ത്രീകൾക്കാണ് അനുകൂലമായിട്ടുള്ളത്. പല കേസുകളിലും നമ്മളത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ആനുകൂല്യം മുതലെടുക്കുന്ന ചില സ്ത്രീകളുണ്ട് എന്ന് കരുതി എല്ലാ സ്ത്രീകളും തെറ്റുകാരാകണമെന്നില്ല. സാമ്പത്തിക ഭദ്രതയുള്ള സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയില്ല എന്നുള്ളൊരു സുപ്രധാന ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയായിരുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിധിയാണ്. കാരണം ഒരുപാട് സ്ത്രീകൾ ഇതിനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു വിധി കോടതിക്ക് പുറപ്പെടുവിക്കേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിയമപരിരക്ഷ സ്ത്രീകൾക്ക് പലപ്പോഴും അനുകൂലമായിട്ടുള്ളപ്പോഴും പല സ്ത്രീകൾക്കും അപ്രാപ്യമാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിലേക്ക് എത്തിപ്പെടാൻ, ഒരു നീതിയിലേക്ക് എത്തിപ്പെടാൻ ഉണ്ടാകുന്നൊരു പ്രക്രിയ അത് വളരെ ദൈർഘ്യമേറിയൊരു പ്രക്രിയയാണ്. നമുക്കിടയിൽ വിസ്മയമാരുണ്ട്, ഉത്തരമാരുണ്ട്, ഇപ്പോൾ ഒടുവിൽ ഗ്രീമയിൽ എത്തി നിൽക്കുകയാണ്. അതിനൊന്നിനും അവസാനമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ വ്യാജ പരാതികൾ, ആ വ്യാജ പരാതികളുടെ കാര്യം പറയുമ്പോഴാണ് BBC അടക്കം ഇത് സർവേ നടത്തിയതാണ്. 53% പുരുഷന്മാർക്കെതിരെ 53% വ്യാജ പരാതികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആകെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാവുമ്പോൾ പുരുഷന്മാർക്ക് വേണ്ടിയും സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്നുള്ളതാണ്. ആ 53 പരാതികളിലും ഈ പീഡനമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരാതി ആയിക്കോട്ടെ അത് അങ്ങനെയല്ല എന്ന് തെളിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ പോലും അതൊരു വാർത്തയായിട്ടോ അല്ലെങ്കിൽ അത് അവരെ നീതീകരിക്കപ്പെടുന്നില്ല. പക്ഷെ ഒരു സ്ത്രീയാണെങ്കിൽ നമ്മൾ വാർത്ത കൊടുക്കുന്നു അല്ലെങ്കിൽ അത് പിന്നീട് അത് തെളിയിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും അത് തേഞ്ഞുമാഞ്ഞു പോകുന്നില്ല, അത് ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷെ പുരുഷന്മാർ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ചാപ്പ കുത്തി കൊടുക്കുന്നു, അത് അങ്ങനെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. ശ്രീജ, കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്പീക്കർ അനുമതി കൊടുത്ത അല്ലെങ്കിൽ പെർമിഷൻ കൊടുത്ത പുരുഷ കമ്മീഷൻ ബില്ലുണ്ട്. അത് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അത് അവതരിപ്പിക്കപ്പെടാത്തത് എന്നത് മെൻസ് കമ്മീഷൻ അടക്കം ചോദിക്കുന്ന ഒരു കാര്യമാണ്. കേരളമാണ് ആദ്യമായി ബില്ല് കൊണ്ടുവന്നത് എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് പ്രധാനവുമാണ്. എൽദോസ് കുന്നപ്പള്ളി MLA ആണ് ഈ ഒരു ബില്ല് കൊണ്ടുവരുന്നത് സ്വകാര്യമായിട്ടുള്ളത്. എന്തുകൊണ്ടാണത് ചർച്ച ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ നിയമസഭയിൽ അത് അവതരിപ്പിക്കാതിരുന്നത്, പാസ്സാക്കപ്പെടാതിരുന്നത് എന്നുള്ളതാണ്. അപ്പോഴും മെൻസ് കമ്മീഷനിലെ അംഗങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് സ്ത്രീ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത ഇതിലൂടെ മുദ്ര കുത്തപ്പെടുമോ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധതയാണോ ഇതിലൂടെ എടുത്തു കാട്ടപ്പെടുന്നത്, അത് ചർച്ചയിലേക്ക് വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മെൻസ് കമ്മീഷൻ ബില്ലുകളൊന്നും പാസ്സാക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. സ്ത്രീകൾ പൂർണ്ണമായും സുരക്ഷിതരാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. നമ്മൾ വളരെ കളർഫുള്ളായി കണ്ടൊരു ലോകമാണ് സിനിമാ ലോകം. പക്ഷേ ഒട്ടും നിറമുള്ളതല്ല, വളരെ നിറം മങ്ങിയതാണ് അവിടുത്തെ കാഴ്ചകൾ, ഉൾക്കാഴ്ചകൾ എന്ന് പലരും തിരിച്ചറിഞ്ഞത് ഈ മീറ്റു ആരോപണങ്ങളിലൂടെയാണ്. ഒരുപക്ഷെ പല സ്ത്രീകളും വ്യാജ ആരോപണങ്ങൾ ഇതിനിടെ ഉന്നയിച്ചു, അതുകൊണ്ട് അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. WCC പറയുന്നത് സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന യാതനകൾ ഒരുപാട് അവർ ഊന്നി പറയുകയാണ്. അതിലൂടെയാണ് ഒരുപക്ഷെ
ചില നീതികളൊക്കെ അവരെ തേടിയെത്തിയത്. പക്ഷെ അപ്പോഴും നമുക്കറിയാം ഇത്തരത്തിൽ WCCയിൽ മുൻപന്തിയിൽ നിന്നതുകൊണ്ട് അതിൽ പല സ്ത്രീകളും പിന്നീട് തഴയപ്പെട്ടു എന്നുള്ള കാഴ്ച ചില സമയത്തൊക്കെ ചിലയിടങ്ങളിലെങ്കിലും അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാലം ഒരുപാട് മാറിപ്പോയി. പണ്ടത്തെ കാലത്ത് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ വിവാഹമോചിതയായി അല്ലെങ്കിൽ മോചിതനായി എന്ന് പറയുമ്പോൾ അത് വീട്ടുകാരെ സംബന്ധിച്ച് ഒരു ആളുകളുടെ ഇടയിൽ ഇത് എങ്ങനെ അവരെ അറിയിക്കും എന്നുള്ളൊരു നാണക്കേടുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ വിവാഹമോചിതയായി എന്ന ആളുകളെ കേക്ക് കട്ടിങ്ങിലൂടെ മാതാപിതാക്കൾ അറിയിക്കുന്ന ഒരു കാലത്തിലേക്കൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഈ മദ്യപിച്ച് സ്ത്രീകളെ ആക്രമിക്കുന്ന പുരുഷന്മാർ ഒരുപാടുണ്ട്. ശ്രീജ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വ്യാജ പരാതികളാണ് എതിർക്കപ്പെടേണ്ടത്. സ്ത്രീകൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഇപ്പോഴും അത് തുടരുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും. പക്ഷേ വ്യാജ പീഡന പരാതികൾ അല്ലെങ്കിൽ വ്യാജ പരാതികളിലൂടെ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നു, അതിനെതിരെയാണ് ശബ്ദമുയർത്തേണ്ടത് എന്നതാണ് ഞാൻ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഈ വ്യാജ പരാതിക്കെതിരെ ആരും ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സ്ത്രീകളുടെ അച്ഛനും അമ്മയും അവരെ കാണേണ്ടതല്ലേ. പക്ഷേ ഇപ്പോൾ പുരുഷന്മാരുടെ അച്ഛനും അമ്മയും എങ്ങനെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു അച്ഛനും അമ്മയും നമുക്ക് മുൻപിലുണ്ട്. ദീപക് തന്നെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ പുരുഷന്മാരുടെ അല്ലെങ്കിൽ ആൺമക്കളുള്ള അച്ഛനും അമ്മയ്ക്കും ഈ സ്ത്രീകളുള്ള അച്ഛൻ്റെ അമ്മയുടെ അതേ ഒരു ഉൾവേദന ഇപ്പോഴും ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിൽ ഒടുവിൽ കോടതിയുടെ ഒരു നിർണായക നിരീക്ഷണത്തിലാണ് അതിങ്ങനെ എത്തി നിൽക്കുന്നത്. അതിൽ പറയുന്നത് രാഹുൽ അവിവാഹിതനാണ്, അതുകൊണ്ട് രാഹുലിന് നിരവധി പേരുമായി ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എന്താണ് തെറ്റ് എന്ന് കോടതി ചോദിക്കുകയാണ്. അപ്പോൾ അത് തെറ്റല്ല എന്നാണ് കോടതി തന്നെ പറയുന്നത്. അതെ, അത് തെറ്റല്ല, കോടതി ഇങ്ങനെ ചൂണ്ടിക്കാട്ടുകയാണ്. നഗ്നത വീഡിയോ ചിത്രീകരിച്ച് അത് പുറത്തേക്ക് വിടുമെന്നുള്ള ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് വേറെ കേസായി മാറുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും പീഡനമായി മാറുന്നില്ല. പീഡനം എന്ന കേസിലേക്ക് അത് പോകുന്നില്ല. ഏറ്റവും ഗുരുതരമായി കോടതി ചൂണ്ടിക്കാട്ടുന്നത് നിർബന്ധിത ഗർഭചിത്രം. അപ്പോഴും കോടതി പറയുന്നു, സമ്മതത്തോടുകൂടിയല്ലേ പിന്നെയും പാലക്കാടൊക്കെ പോയി താമസിച്ചില്ലേ എന്നുള്ള ചോദ്യം കോടതി ഉന്നയിക്കുന്നുണ്ട്. അവിടെയാണ് എനിക്ക് പറയാനുള്ളത്, തിരിച്ചറിവാണ് വേണ്ടത്. പല സ്ത്രീകളും പറയുന്നു വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചതെന്ന്. അപ്പോൾ സ്ത്രീകൾക്ക് പറയാം, വിവാഹത്തിന് ശേഷം മതി ലൈംഗിക ബന്ധമെന്ന് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഉറപ്പിച്ച് പറയാൻ അവിടെ പറ്റുന്നില്ല? മീ ടു എന്നൊരു ടാഗ് ലൈൻ നമുക്ക് കഴിഞ്ഞിടെ മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ലൈനാണ്. പക്ഷെ മീ ടു എന്നത് ഫേക്ക് ആകരുതെന്ന് മാത്രം. അശ്വതി, സ്നേഹബന്ധം തകർന്നു കഴിഞ്ഞാൽ നിർബന്ധിത പീഡനാരോപണം ഉന്നയിക്കാനാകില്ല എന്ന് 2025 സുപ്രീം കോടതി ഒരു നിർണായക നിരീക്ഷണം ഇറക്കുകയുണ്ടായി. അശ്വതിക്ക് അത് ഓർമ്മയുണ്ടോ? അതൊക്കെ നമുക്ക് ഇതോട് ചേർത്ത് വായിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? തീർച്ചയായും വ്യാജന്മാരെ കണ്ടെത്തുക എന്നുള്ളതാണ്. വ്യാജ പീഡന പരാതികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അവർ ക്രൂശിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. സുപ്രീം കോടതിയുടെ ഇടപെടലൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ശ്രീജ പറഞ്ഞ പോലെ തന്നെ അന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത് എന്താണ്? അതായത് ലീഗൽ ടെററിസം എന്നതാണ് പറയുന്നത്. അതായത് സ്ത്രീ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, നിയമപരമായും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, സമൂഹത്തിൽ നിന്നും പിന്തുണ കിട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒന്ന് മിസ്യൂസ് ചെയ്ത് എന്തുമാകാം, അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെ എന്തുമാകാം എന്നുള്ളൊരു കോൺഫിഡൻസ് എല്ലാ സ്ത്രീകളിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. അതൊരു ലീഗൽ ടെററിസമായി മാറുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. അത്തരത്തിലൊരു നിരീക്ഷണം ശരിയാണ് അല്ലെങ്കിൽ ശരിവെക്കുന്നു എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം പാവപ്പെട്ട പുരുഷന്മാർക്കും അല്ലെങ്കിൽ എന്ത് അനീതി കാട്ടിയാലും, സ്ത്രീകൾ എന്ത് അനീതി കാട്ടിയാലും എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭാവി തന്നെ തുലാസിലാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ മെൻസ് കമ്മീഷൻ വരുന്നതിനെ ഞാൻ അനുകൂലിക്കുന്നു. കാരണം തെറ്റ് ചെയ്യപ്പെടാത്ത ഒരുപാട് പുരുഷന്മാർക്ക് നീതി വേണം. അപ്പോഴും എന്നെ സംബന്ധിച്ച് അലട്ടുന്നൊരു കാര്യം, ഇതിലും ഈ സ്ത്രീകൾ വ്യാജ പരാതി ഉന്നയിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ പുരുഷന്മാരും ഇത്തരം നിയമപരിരക്ഷ ലഭിക്കുകയാണെങ്കിൽ അവരും അത് ചൂഷണം ചെയ്യില്ലേ എന്നുള്ളൊരു ആശങ്ക എന്നെ സംബന്ധിച്ചുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല കാലഘട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ് അവർ ഈ സ്വാതന്ത്ര്യം. പക്ഷേ ഇപ്പോഴും അവർ പല മേഖലകളിലും ചൂഷണം അനുഭവിക്കുന്നുണ്ട്. അത് വീട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. പലപ്പോഴും നമുക്കറിയാം, കൊച്ചുകുട്ടികളെ വരെ മദ്യപിച്ച് ഉപദ്രവിക്കുന്ന അച്ഛന്മാരുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുകയാണ്, മറുവശത്ത് ഭർത്താവിനൊപ്പം ഇരുന്ന് മദ്യപിക്കുന്ന സ്ത്രീകളുടെ ഒരു കാലം കൂടിയാണ് ഇന്നത്തേത്. പക്ഷേ മാറ്റങ്ങൾ അത് എല്ലായിടത്തും വന്നിട്ടില്ല. വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമുക്കിടയിൽ.
അവർക്കൊക്കെ നീതി ലഭിക്കണം. സ്ത്രീകൾ എപ്പോഴും പറയും പുരുഷന്മാർക്കൊപ്പം അവർക്ക് തുല്യത വേണമെന്നുള്ളത്. അപ്പോൾ ഈ തുല്യത അല്ലെങ്കിൽ ഈ ഒരു വിഷയമൊക്കെ വരുമ്പോൾ പുരുഷന്മാർക്കൊപ്പം രണ്ടുപേർക്കും നീതി വേണ്ടേ? അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നീതി വേണം എന്നത് തന്നെയാണ്. തുല്യതയിലല്ല, നീതിയിലാണ് കാര്യം. അത് സ്ത്രീ ആയാലും പുരുഷനായാലും വേണം. തെറ്റ് ചെയ്യുന്നവർ ആരാണോ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് കരുതി ഇതൊരു അവസരമായി ആരും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. സ്ത്രീ ആയാലും പുരുഷനായാലും നീതി ലഭിക്കുക തന്നെ വേണം. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കട്ടെ എന്നാണ് നിയമവും നമ്മുടെ നീതിപീഠവും ഒക്കെ പറയുന്നത്. അതുതന്നെയാണ് വനിതാ ജംഗ്ഷനും മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. UDF-ഉം BJP-യും തമ്മിൽ കനത്ത പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങി SDPI നേതൃത്വം. SDPI മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത് ലീഗ് UDF നേതൃത്വത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തും. ഇത്തവണ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് മഞ്ചേശ്വരത്തെ നേതാവും SDPI ജില്ലാ കമ്മിറ്റി അംഗവുമായ അഷ്റഫ് ബാഡൂർ. മഞ്ചേശ്വരത്ത് വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ BJP ലീഗ് സഖ്യം നിലവിൽ വന്നതും SDPI മത്സരത്തിന് കളമൊരുക്കിയിരിക്കുകയാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിനകത്ത് ഇത്തവണ SDPIയും മത്സര രംഗത്ത് എത്തുമെന്ന വിവരങ്ങളും സൂചനകളുമാണ് പുറത്തുവരുന്നത്. അങ്ങനെ SDPI മത്സരിക്കുകയാണെങ്കിൽ അത് UDF-നെ വലിയ സമ്മർദ്ദത്തിലാഴ്ത്തും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വിശദമാക്കാൻ SDPIയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ നേതാവും കൂടിയായ അഷ്റഫ് ബഡാജെ നമ്മോടൊപ്പം ചേരുന്നു. എന്തുകൊണ്ടാണ് ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം? അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം BJP-യും അതുപോലെ തന്നെ UDF-ഉം തമ്മിലാണ് കാലാകാലങ്ങളായി നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തവണ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ SDPIക്ക് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ തീർച്ചയായും ഞങ്ങൾക്ക് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് കൃത്യമായ പ്രവർത്തകരും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഗ്രൗണ്ട് സംവിധാനവുമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. തീർച്ചയായും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് വിജയസാധ്യതയും കൂടിയുള്ളതാണ്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ UDF-നുള്ള അതേ പ്രവർത്തകരും SDPIക്കും അതേ പ്രവർത്തകരുമുണ്ട്. അത്ര തന്നെ അവർക്കുള്ള അതേ സ്വാധീനവും ഇവിടെ SDPIക്കുണ്ട്. തീർച്ചയായിട്ടും പിന്നെ ഞങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം. സ്വാഭാവികമായിട്ടും UDF-നെ പിന്തുണക്കുന്ന ഒരു നിലപാടാണല്ലോ SDPI സ്വീകരിക്കുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി മഞ്ചേശ്വരത്ത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള കാരണം എന്താണ്? അല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും ഞങ്ങൾ UDF-നെ പിന്നെ പിന്തുണച്ചത് സത്യം തന്നെയാണ്. UDF-നെ പിന്തുണച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇവിടെ നാട്ടുകാരനെന്നും നാടറിയുന്നവനെന്നും പറഞ്ഞുകൊണ്ട് UDF സ്ഥാനാർത്ഥി പിന്നെ AK അഷ്റഫ് വന്നപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ അദ്ദേഹത്തെ പിന്തുണക്കുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം വികസനത്തിൽ അദ്ദേഹം വളരെ പിന്നിലാണ്. കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം. അതുമാത്രമല്ല ഇവിടെ പിന്നെ ഈ BJP-യെ പരാജയപ്പെടുത്തുക എന്നത് അത് SDPIയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. കാസർഗോഡ് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് SDPI. എന്തായാലും മത്സര രംഗത്ത് കൂടുതൽ ശക്തമാകാൻ SDPI തീരുമാനിക്കുകയാണ്. UDF-ന് ഇത് കനത്ത വെല്ലുവിളി ഉയർത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പരയിൽ അവസാന മത്സരത്തിന് ഇന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും. ആദ്യ 3 മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര നേരത്തെ തന്നെ സ്വന്തമാക്കിയിരുന്നു. 4ാം മത്സരത്തിൽ കിവീസും ആശ്വാസ ജയം കണ്ടെത്തിയിരുന്നു. ലോകകപ്പിന് മുൻപുള്ള അവസാന മത്സരം എന്ന നിലയിൽ മത്സരം ഇരു കൂട്ടർക്കും നിർണായകമാണ്. തിരുവനന്തപുരം വീണ്ടും ഒരു കുട്ടി ക്രിക്കറ്റ് ആരവത്തിന് വേദിയാകുകയാണ്. ആദ്യ 3 മത്സരങ്ങളിലും ആധികാരിക ജയത്തോടെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. 4ാം മത്സരത്തിൽ ന്യൂസിലാൻഡ് ആശ്വാസ ജയം കണ്ടെത്തിയെങ്കിലും ലോകകപ്പിന് മുന്നിലുള്ള അവസാന മത്സരമെന്ന നിലയിൽ കാര്യവട്ടത്തെ കളി കാര്യമാകുമെന്ന് ഉറപ്പാണ്. മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസണാണ് കാര്യവട്ടത്തെ ശ്രദ്ധാകേന്ദ്രം. പരമ്പരയിലുടനീളം അവസരം ലഭിച്ചിട്ടും ഫോമിലേക്ക് ഉയരാത്ത സഞ്ജു സ്വന്തം തട്ടകത്തിൽ നിരാശരാക്കില്ല എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. സഞ്ജുവിനെ പിന്തുണച്ച് ബാറ്റിംഗ് പരിശീലകൻ സിതാൻഷു കൊടക് രംഗത്ത് വന്നിട്ടുണ്ട്. സഞ്ജു ടീമിലെ സീനിയർ പ്ലെയറാണെന്നും അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് ആരാധകർക്ക് ബോധ്യമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. Sanju is the senior player. He is very good. He's been playing. Probably he has not scored as many runs as
everybody would like, but that's part of cricketing career. Sometimes you have 5 innings in a row where you score so many runs, and sometimes you have a little dry period. So it's all up to an individual how to keep his mind strong, and obviously our job is to keep him in a good frame of mind, and we practice and he works hard. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും അഭിഷേക് ശർമ്മയുടെയും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനവും ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. കുൽദീപ് യാദവും അക്സർ പട്ടേലും നയിക്കുന്ന സ്പ്രിംഗ് ബൌളിംഗും ബുംറയും അർഷദീപും നയിക്കുന്ന ഫാസ്റ്റ് ബൌളിംഗും ന്യൂസിലാൻഡ് ബാറ്റർമാരെ വെള്ളം കുടിപ്പിക്കുമെന്ന് ഉറപ്പാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ഫൈനൽ ഇന്ന്. അരീന സബലങ്കയും എലേന റിബക്കിനെയും തമ്മിലാണ് പോരാട്ടം. ആദ്യ സെമിയിൽ യുക്രൈൻ താരം എലേന സിറ്റോലിനയെ തോൽപ്പിച്ചാണ് സബലങ്ക ഫൈനലിലെത്തിയത്. അമേരിക്കയുടെ ജെസിക്ക പെഗുലെയാണ് കസഖ്സ്ഥാൻ താരം എലേന റിബക്കിനെ മറികടന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് മത്സരം. നാളെ നടക്കുന്ന പുരുഷ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം കാർലോസ് അൽക്കാരസും സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചും ഏറ്റുമുട്ടും. നിലവിലെ ചാമ്പ്യനും 2-ാം സീഡുമായ യാനിക് സിന്നറിനെ 2-നെതിരെ 3 സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ജോക്കോവിച്ച് ഫൈനലിൽ പ്രവേശിച്ചത്. ആദ്യ സെറ്റ് കൈവിട്ട ശേഷമായിരുന്നു ജോക്കോയുടെ ഗംഭീര തിരിച്ചുവരവ്. സ്പെയിനിന്റെ ലോക 1-ാം നമ്പർ താരം കാർലോസ് അൽക്കാരസ് ജർമ്മൻ താരം അലക്സാണ്ടർ സൊരേവിനെ തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയത്. 5 സെറ്റ് നീണ്ട കടുത്ത പോരാട്ടത്തിനൊടുവിലായിരുന്നു അൽക്കാരസിന്റെ വിജയം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.